നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏറെ കൊട്ടിഘോഷിച്ചു വന്ന പുതിയ TV ചാനലാണ് ബിഗ് TV. 24ഉം റിപ്പോർട്ടറും ഒക്കെ ഡിസൈൻ ചെയ്ത അതേ അനിൽ അരൂർ പുതിയ ഒരു ചാനലുമായി വന്നപ്പോൾ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. മാധ്യമരംഗത്തെ രാജമൗലി എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ട് പല തൊഴിലാളികളും അനിൽ അരൂരിന്റെ ഇഷ്ടവും സ്നേഹവും ശ്രദ്ധയും ഒക്കെ പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. ഏതായാലും ഇതെല്ലാം തകർന്നടിഞ്ഞു വീഴുന്ന കാഴ്ച ബിഗ് TV തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ദൃശ്യമായി. ഏതൊരു ചാനലും അതിന്റെ തുടക്കം നന്നായില്ലെങ്കിൽ പിന്നീടത് നന്നാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബിഗ് TV എന്ന് പറയുന്ന ഒരു ചാനൽ വരുമ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചിരുന്നു, ഇനി ഒരു ചാനലിന് പ്രസക്തി എന്താണ് എന്ന്. ഒരു ചാനലിന് ഇനി പ്രസക്തി ഇല്ല എന്ന് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇവിടെ എന്താണ് ഇനി പുതിയത് വരാൻ പോകുന്നത് എന്ന ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. അർഹതയ്ക്കാണ് സാധാരണഗതിയിൽ അംഗീകാരമെന്ന് നമ്മൾ പറയുന്നത്. അർഹതയില്ലാത്ത വലിയ വലിയ ശമ്പളങ്ങൾ ഒറ്റയടിക്ക് പലർക്കും കൊടുക്കുന്നു എന്ന് പറയപ്പെടുന്നു. സത്യമാണോ എന്ന് നമുക്കറിയില്ല. 10-15 ലക്ഷമൊക്കെ പറയപ്പെടുന്നു. ഏതായാലും അതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനുള്ള അർഹതയോ അതിനുള്ള കാലിബറോ അതിനുള്ള കരുത്തോ ഒന്നും അവിടെ എടുക്കപ്പെട്ട ആർക്കുമില്ല എന്ന് വ്യക്തമായി അറിയാം. എന്നാൽ അവിടെ വളരെ മുതിർന്ന സ്റ്റഫുള്ള കാമ്പുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷെ അവരെക്കാട്ടിലൊക്കെ ഉപരി മറ്റുള്ളവരെ കൊണ്ട് പ്രതിഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ആ ചാനലിൽ ഉണ്ടായിട്ടുണ്ട്. പുതിയത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിൽ അവരുടെ വേഷവിധാനങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുകയാണ്. സത്യത്തിൽ ചില റിപ്പോർട്ടർമാർ ഡ്രസ് ഇട്ട് നിൽക്കുന്ന കണ്ടാൽ ഫോറസ്റ്റ് വാച്ചർമാർ അവരുടെ ഡ്രസ് ഇട്ട് നിൽക്കുന്നത് പോലെയാണ് പല റിപ്പോർട്ടർമാരെയും നമുക്ക് ഫീൽ ചെയ്യുക. അത്തരമൊരവസ്ഥയിലേക്ക് റിപ്പോർട്ടർ അക്ഷരങ്ങളും സ്റ്റൈലും ബാക്കിയുള്ള ലേ ഔട്ടും ഒക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ അതെല്ലാം റിപ്പോർട്ടറിന്റെ അതേ കോപ്പിയടി തന്നെ, ഒരു വ്യത്യാസവുമില്ല, മൈക്ക് അടക്കം. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് കളറും മൈക്കും കളർ ടോണും അതിന്റെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടറുമായി ഒരു വ്യത്യാസവുമില്ല തന്നെ. ഇപ്പോ ബിഗ് TV ഏതാണ്ട് വലിയ സംഭവമാണ്, വലിയ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, ജനങ്ങളുടെ കൂടെ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ല, തകർന്നടിഞ്ഞു വീണു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ ഒരു ബസ് ഇറങ്ങിയിട്ടുണ്ട്, ബിഗ് TVയുടെ ബസ്. ഇത് റിപ്പോർട്ടർ ചാനൽ തുടക്കകാലത്ത് പരീക്ഷിച്ച തന്ത്രമാണ്. ചാനൽ ജനങ്ങളുടെ ഇടയിൽ പോപ്പുലറൈസ് ചെയ്യാൻ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടുന്ന 2 യാത്രകൾ റിപ്പോർട്ടർ ചാനൽ നടത്തിയിരുന്നു. ചുരുക്കം പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിന്റെ പണ്ടത്തെയും ഇന്നത്തെയും കോപ്പിയടി എന്നതിനപ്പുറത്തേക്ക് അനിൽ അരൂരിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. കൊട്ടിഘോഷിച്ച് എടുക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ കാമ്പിനെ കുറിച്ചോ അവരുടെ അറിവിനെ കുറിച്ചോ വിവരത്തെക്കുറിച്ചോ അവരുടെ ഒരു ജേർണലിസ്റ്റിക് സെൻസിനെ കുറിച്ചോ ഒക്കെ നമുക്കറിയുന്ന കാര്യവുമാണ്. നമുക്ക് ന്യൂസ് ഡെസ്കിലിരുന്ന് ഏതെങ്കിലും ചർച്ച നയിക്കാനോ അല്ലെങ്കിൽ പ്രോംപ്റ്ററിൽ നോക്കി വായിക്കാനോ 90% ജേർണലിസ്റ്റുകൾക്കും പറ്റും. എന്നാൽ കാമ്പോടുകൂടി ഒരു വിഷയം പഠിക്കാനും നേരത്തെയുള്ള വിഷയങ്ങളെ കുറിച്ച് അറിയാനും ലോജിക്കലായി സംസാരിക്കാനും എല്ലാവർക്കും കഴിയില്ല. അത് എല്ലാവർക്കും സാധ്യവുമല്ല. ഇപ്പോൾ അത്തരം ചില വിഷയങ്ങൾ കൂടി നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചാനലുകാരും പത്രക്കാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും പത്രക്കാർക്കുമൊക്കെ കുറച്ചുകൂടി വായിക്കുകയും പഠിക്കുകയും അവഗാഹം വേണം ഇത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ. നേരെ മറിച്ച് ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം 2-3 വരിക്ക് പുറത്തേക്ക് ഒരു വിഷയത്തെക്കുറിച്ചും അവഗാഹമായി പഠിക്കുന്ന ഒരു രീതി ഒരു മാധ്യമ പ്രവർത്തകർക്കുമില്ല. പിന്നെ ഏതെങ്കിലും ചർച്ചയിൽ ഉൾപ്പെടുന്നവർക്കായിരിക്കാം അല്പമെങ്കിലും എന്തെങ്കിലും പഠിക്കാനുള്ള സാധ്യതയുള്ളത്. ബാക്കി ആരും അത്തരം ശ്രമങ്ങളിലേക്ക് പോകുന്നു പോലുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാനും കുറച്ചു കാലം ചാനലിലും പത്രത്തിലും ഇപ്പോൾ ഓൺലൈനിലും ഒക്കെയായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ മാധ്യമപ്രവർത്തകർക്ക് 10 ലക്ഷം രൂപയും 15 ലക്ഷം രൂപയും ഒക്കെ പറയുമ്പോൾ അവരതിന് അർഹരാണോ? അവരൊക്കെ ഏത് രീതിയിലാണ്? ചില മാധ്യമപ്രവർത്തകരൊക്കെ വലിയ ആൾക്കാരായി അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത് ഏത് രീതിയിലാണ്? എന്ത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്? സ്വന്തം പേരിൽ അടയാളപ്പെടുത്താൻ ഒരു വാർത്ത പോലും ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം. ഏതായാലും ഇപ്പോ ഈ ചാനൽ അടപടലം താഴെ വീണിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും വൻ ഓഫർ കണ്ട് ചാടി, ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളെങ്കിലും സ്ക്രീനിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യാനോ വാർത്ത ചെയ്യാനോ ഒക്കെ കഴിയുമായിരുന്ന ചില മാധ്യമ പ്രവർത്തകർ വൻ ഓഫർ കണ്ട് ചാടി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മുൻനിര അവതാരകർ ഉൾപ്പെടെ എല്ലാവരും നിരാശരാണ് എന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. ഏതായാലും ഈ പോരായ്മകൾക്കിടയിലും ചാനലിന്റെ ഫൗണ്ടർ ഡയറക്ടറായ അനിൽ അരൂരിന്റെ ചില പ്രവർത്തികൾ, ആ പ്രവർത്തികളും ഇപ്പോൾ ചർച്ചയാവുകയാണ്. തലപ്പത്തുള്ള ജീവനക്കാർക്ക് അവർക്ക് താഴെയുള്ള ജീവനക്കാരെ ഒരക്ഷരം അവരോട് ഉരിയാടാൻ പോലും സാധിക്കില്ലാത്ത തരത്തിലാണ് അനിൽ അരൂർ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ സംസാരിച്ച ചില ഡെസ്ക് ചീഫുമാരോട് കഴിഞ്ഞ ദിവസം തന്റെ അതൃപ്തി പരസ്യമായി തന്നെ അനിൽ അരൂർ പ്രകടമാക്കിയെന്ന വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട്. താഴെയുള്ള ജീവനക്കാരെ ശകാരിച്ചാൽ പിരിച്ചുവിടും
എന്നും പിരിച്ചുവിടുന്നതിന് പ്രശ്നമൊന്നുമില്ലെന്നും 2 മാസത്തെ ശമ്പളം നൽകിയാൽ മതി എന്നും ഒക്കെ പറഞ്ഞ് ഇപ്പോഴേ തൊഴിലാളികളെ അങ്ങ് വെറുപ്പിക്കാൻ ശ്രമിച്ചു. ഇതേ പാറ്റേൺ ആയിരുന്നു ന്യൂസ് 18 കേരള കേരളത്തിൽ വന്നപ്പോൾ. ന്യൂസ് 18 കേരള ആദ്യം വരുന്ന ETV എന്ന രീതിയിലാണ്. ETV വന്ന സമയത്ത് സി നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്ന പ്രമോദ് രാഘവൻ ആയിരുന്നു അതിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. ആ പ്രമോദ് രാഘവന്മാർ കേരളത്തിലെ കമ്മികളിലേക്ക് ഈ ചാനൽ എത്തിയതോടുകൂടി ന്യൂസ് 18 തകർന്നടിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. തൊഴിലാളി പ്രശ്നങ്ങളും എല്ലാവരെയും ഉപദ്രവിക്കലും അങ്ങനെ രാഷ്ട്രീയം നോക്കി ചിലരെ വേർതിരിക്കലും അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ഫലമോ ഇന്ന് വരെ പച്ച തൊടാൻ ആ ചാനലിന് കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും ഒരു 4ാം സ്ഥാനത്ത് പോലും ഇന്ന് വരെ ഇത്രയും വർഷത്തിനിടയിൽ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും സൗകര്യവും കാശും കൃത്യമായ ശമ്പളവും ഒക്കെ നൽകിയിട്ടും ഒരു 5ാം സ്ഥാനത്ത് പോലും ഇന്ന് വരെ എത്താൻ കഴിയാത്ത ഒരു ചാനലായി ആ ചാനൽ അധപ്പതിച്ചിരിക്കുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ചാനലും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് പ്രവർത്തിച്ചിരുന്ന പല ചാനലുകളും സമാനമായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ജീവനക്കാർക്ക് ഓഹരി നൽകുമെന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ശേഷം തുടക്കത്തിൽ തന്നെ അവരെ പിരിച്ചുവിടും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ഓഹരി നൽകുമെന്നായിരുന്നു പറഞ്ഞത്. എന്നിട്ട് തുടക്കത്തിൽ തന്നെ കൂടുതൽ ഒരക്ഷരം ഉരിയാടിയാൽ പിരിച്ചുവിടും എന്നൊക്കെ പറയുന്നു. ഏതായാലും മാധ്യമപ്രവർത്തകർ വലിയ നിരാശയിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനിടയിൽ സുജയുടെ മേക്കപ്പിനെ കുറിച്ചൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വരുന്നു. മേക്കപ്പ് ഒക്കെ സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയുടെ മേക്കപ്പാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഈ വാർത്താവതരണം, വാർത്തയുടെ രീതി, ഒരു വാർത്തയും ഇതുവരെ ഒരു നല്ല ബ്രേക്കിംഗ് വാർത്ത പോലും ബ്രേക്ക് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു വാർത്ത കൊണ്ടുവരാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നല്ല വാർത്ത എന്ന രീതിയിൽ ചില വാർത്തകൾ, ചില സർക്കാരിന്റെ പദ്ധതികളെ കൊട്ടിഘോഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ചില പദ്ധതികളെ കുറിച്ച് ഇടയ്ക്ക് ലാലൂര് അങ്ങനെ ചില പദ്ധതികളെ കുറിച്ചൊക്കെ കൊട്ടിഘോഷിക്കുന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഒരു പോസിറ്റീവ് വാർത്ത കൊടുക്കുന്നു എന്ന് പറയാനുള്ള ശ്രമമായിരിക്കാം. പക്ഷെ അത് എത്ര കാലം എത്രത്തോളം മുമ്പോട്ട് പോകും, ചാനലിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മാത്രമല്ല നേരത്തെ തന്നെ ഈ ചാനൽ വലിയ രീതിയിൽ ക്ലിക്കാവില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും ലാൻഡിംഗ് പേജ് ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ടറിനെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടത്തി. ഏതായാലും റിപ്പോർട്ടറിനെ അങ്ങനെ കുറ്റപ്പെടുത്തി ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും നല്ല തീരുമാനം അവരെടുത്തത് അവിടേക്ക് അനിൽ ഇമ്മാനുവൽ എന്ന മാധ്യമപ്രവർത്തകനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അനിൽ ഇമ്മാനുവൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മാധ്യമപ്രവർത്തകനാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് അനിൽ ഇമ്മാനുവലിന്റെ വാർത്തകൾ കാണാൻ കഴിയും. ഏതായാലും ഈ ഫ്രെയിമിനെ സംബന്ധിച്ചും മറ്റുള്ളവരെ സംബന്ധിച്ചും ഒക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും മികച്ച ക്യാമറാമാൻമാരും സാങ്കേതിക പ്രവർത്തകരും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പരിപാടിയുടെ ചിത്രീകരണം ഒന്നും നന്നാവുന്നില്ല. ഒരു പ്രൊഫഷണലിസം വരുന്നില്ല. ഒരു ടെലിവിഷൻ ചിത്രീകരണത്തിന്റെ പരിസരത്ത് പോലും, സാധാരണ ഒരു പ്രൊഫഷണൽ ചിത്രീകരണത്തിന്റെ പരിസരത്ത് പോലും ഒരു പരിപാടിയും എത്തുന്നില്ല എന്നൊക്കെ പറയുന്നു. നിയോജക മണ്ഡലം തോറും പര്യടനമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങോട്ട് വേണ്ട രീതിയിൽ ക്ലിക്ക് ആവുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മികച്ച ക്യാമറാമാൻമാരും സാങ്കേതിക വിദഗ്ധരുടെയും ഒക്കെ അഭാവം ബിഗ് ടിവിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൻതുക നൽകി മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്ന മാനേജ്മെന്റ് ക്യാമറ വിഭാഗത്തിലോ സാങ്കേതിക വിഭാഗത്തിലോ ഏറ്റവും കുറഞ്ഞ ശമ്പളം നൽകിയാണ് ആ ജീവനക്കാരെ എടുത്തിട്ടുള്ളത്. അതായത് ശമ്പളം കുറവായതുകൊണ്ട് തന്നെ ക്യാമറമാൻമാരും നല്ല ക്യാമറമാൻമാരും നല്ല അങ്ങനെയുള്ളവരാരും എഡിറ്റർമാരും ഒക്കെ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്യാമറാമാൻമാരിലും സാങ്കേതിക വിദഗ്ധരുടെ കാര്യത്തിലും ലഭിക്കാനുള്ള ബിഗ് ടിവിയുടെ ശ്രമം ഇപ്പോൾ അവരെ കൂടുതലായി ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയുന്നു. ഒരു മലയാളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്റർ എന്ന വിശേഷണവുമായി സുജയ പാർവതി അവതരിപ്പിച്ചുകൊണ്ട്, സുജയ പാർവതിക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ സുജയ പാർവതി അവതരിപ്പിച്ചുകൊണ്ട് അനിൽ അയ്യൂർ നടത്തിയ ഒരു നീക്കമാണ് ഈ റിപ്പോർട്ടർ ചാനലിന്. അതായത് ഏഷ്യാനെറ്റിൽ നിന്നും അനിൽ അയ്യൂരാണ് സുജയ പാർവതിയെ 24ലേക്ക് കൊണ്ടുപോയത്. 24ൽ നിന്നും സുജയ പാർവതിയെ റിപ്പോർട്ടർ ചാനലിലേക്ക് കൊണ്ടുവന്നതും അതേ അനിൽ അയ്യൂർ തന്നെയാണ്. ആ അനിൽ അയ്യൂർ തന്നെയാണ് സുജയ പാർവതിക്ക് വേണ്ടി തുടങ്ങിയ ചാനൽ എന്ന രീതിയിൽ സുജയ പാർവതിയെ ചീഫ് എഡിറ്ററാക്കി വളരെ സീനിയർ ആയിട്ടുള്ള വേണു ബാലകൃഷ്ണൻ അടക്കമുള്ളവരെ ഒരു മൂലക്കിരുത്തി സുജയ പാർവതിയെ ചീഫ് എഡിറ്ററാക്കി അവതരിപ്പിച്ച് എന്തോ ഒരു അത്ഭുതം സംഭവിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. ഏതായാലും എല്ലാം തകർന്നടിഞ്ഞ് വീണിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ അത് മാത്രമല്ല, സുജയ പാർവതിയുടെ ഇംഗ്ലീഷും വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ നിന്ന് റഹീമിനെ ട്രോളിയ സുജയ പാർവതിയുടെ ഇംഗ്ലീഷ് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഏതായാലും സുജയ പാർവതിക്ക് ജേർണലിസ്റ്റിൽ മാസ്റ്റർ ബിരുദമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 2-3 വാചകങ്ങൾ പറയാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതും ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഭാഷയൊന്നും അങ്ങനെ നോക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം ഇംഗ്ലീഷ് അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് പലപ്പോഴും പെട്ടെന്ന് വൊക്കാബുലറി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കാൻ ട്രോൾ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ കളിയാക്കാനും ഒക്കെ ഉള്ളതാണ് എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ബിഗ് ടിവി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് ഒരു സ്മോൾ ടിവി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റേറ്റിംഗിൽ എങ്ങും എത്താൻ കഴിയാത്ത രീതിയിലേക്ക് തകർന്നടിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ചാനലായാണ് ആദ്യഘട്ടത്തിൽ നമ്മളിപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിനെ ആദ്യഘട്ടത്തിൽ നമുക്ക് അങ്ങനെ തോന്നിയിരുന്നെങ്കിലും
പക്ഷെ ഇതും അതുപോലെ തന്നെ തകർന്നടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു ചാനലായി തന്നെ പരിണമിക്കും. അതിനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.